നമസ്കാരം. നമസ്കാരം ചേട്ടാ, അപ്പൊ നമ്മുടെ ചിഹ്നമൊക്കെ അറിയാലോ? അറിയാ കുറ്റിക്കുളത്തും അല്ലേ? പിന്നെ ഇത്തവണ നമ്മുടെ സ്ഥാനാർത്ഥി ജയിച്ച MLA ആണ്, അത് മറക്കരുത്. ആരെമ്മല്ലേ നമ്മക്ക് എന്താ ഗുണം? എന്താ ഗുണോന്നാ ഒന്ന് പറഞ്ഞു കൊടുത്ത. നമ്മുടെ MLA ഇത്തവണ ഇപ്പൊ ഞങ്ങളുടെ കൂടെ വരാതിരുന്നതിന് കാരണം എന്താണെന്നറിയോ? ബൃഹത്തായ പദ്ധതികൾ ആസൂത്രണം ചെയ്യണ അവിടെ MLA ആകണേക്ക് മുമ്പ്. എന്ത് പദ്ധതി? നമ്മുടെ മറ്റേ ഇടുക്കില്ലേ, ഇടുക്ക് തുറപ്പിക്കാനുള്ള പരിപാടികള്. എന്താ അതിന്റെ പേര്? ഓർമ്മ കിട്ടണല്ലേ? തുറപ്പിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തതിന്റെ പേര് തിരക്കിലാണ് പുള്ളി. MLA ആകണേക്ക് മുമ്പ് ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ MLA ആയിക്കണേ പുള്ളി എന്തൊക്കെ ചെയ്യും? അല്ല, അപ്പൊ ഈ ഓർമോസ് കൊടുക്കാനായിട്ട് നിങ്ങളുടെ നേതാവ് എന്താണ് ചെയ്തത്? ആഹാ, എന്ത് ചെയ്തെന്നാ? ഇന്ന് രാവിലെ നമ്മുടെ സ്ഥാനാർത്ഥി നമ്മുടെ പഞ്ചായത്ത് മെമ്പറെ വിളിച്ച് സംസാരിച്ച്, പഞ്ചായത്ത് മെമ്പർ നമ്മുടെ പ്രാന്തണ്ണനില്ലേ, ട്രെമ്പണ്ണനെ വിളിച്ച് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തില് നാളെ 6 മണിക്ക് 6 എണ്ണം തള്ളാന്ന് പറഞ്ഞേക്കാണ്. എണ്ണക്കപ്പല്. പിന്നെ നമുക്ക് ഈ ഗ്യാസിന്റെ ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് മാത്രമല്ല, ബൃഹത്തായ 2 പദ്ധതികൾ വേറെ ഉണ്ട്. അതല്ല നേതാവേ, ഞാനറിയാത്ത പുതിയ പദ്ധതി ഏതാ? അങ്ങനെ ചോദിക്കുക, അതെന്ത് പദ്ധതിയാണ് നേതാവേ? നീ ഇങ്ങോട്ട് ഇറങ്ങിയെന്ന് നേതാവേ, എന്താണ് ഈ സ്വപ്ന പദ്ധതി? ഉണ്ടല്ല 2 സ്വപ്ന പദ്ധതികൾ. എന്താണ്? ഒന്ന് നമ്മുടെ വെണ്ടുരുത്തി പാലം, രണ്ടാമത്തത് നമ്മുടെ മുണ്ടുരുത്തി പാലം. ഇത് 2ന്റെയും ഉയരം കൂട്ടണ്. എന്തിന്? കപ്പല് കയറാൻ. കപ്പല്. എല്ലാ ചേട്ടൻ തള്ളേണാ? ഇതെന്ത് തള്ളു? അതിലും വലിയ തള്ളല്ലേ നിങ്ങൾ തള്ളിക്കൊണ്ടിരിക്കണത്? തള്ളേടാണ്. ഇവിടെ എന്നാലും ഈ പഞ്ചായത്ത് മെമ്പറൊക്കെ വിചാരിച്ചാലും ഈ ഓർമോസ് കടല് തുറക്കാൻ പറ്റുമോ? പിന്നെ തുറക്കും. നിനക്ക് വല്ല പ്രാന്തുണ്ടാ? ഇവന്മാരൊക്കെ വിചാരിച്ചാൽ നമ്മുടെ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡില്ലേ, അതിനകത്തൊരു ബാത്റൂം തുറക്കാൻ പറ്റില്ല, പിന്നീട് ഓർമോസ് തുറക്കാൻ പാടില്ല.